പിലിക്കോട് ശ്രീ രേരമംഗലം ക്ഷേത്രത്തിൽ ഭക്തർ നാലമ്പലത്തിൽ പ്രവേശിച്ചതിൽ പ്രതികരണവുമായി ക്ഷേത്രം ഭരണസമിതി രംഗത്ത്. ജാതി വിവേചനം ഇല്ലെന്നും പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും അടിസ്ഥാനമാക്കിയാണ് തന്ത്രി പ്രവർത്തിച്ചതെന്നും ഭരണസമിതി വ്യക്തമാക്കി. ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും അപമാനിക്കാനുമാണ് ഒരു കൂട്ടം ആളുകൾ അകത്ത് പ്രവേശിച്ചതെന്നും ക്ഷേത്രസമിതി കുറ്റപ്പെടുത്തി. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇവിടെ ഈ നവീകരണ പ്രവർത്തനമായി നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സമുദായക്കാർ മാത്രം അകത്ത് കയറുന്നു, കുറച്ച് സമുദായക്കാർ അകത്ത് കയറുന്നില്ല എന്നൊരു പ്രചരണം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു വിട്ടതാണ്. അതിനുള്ള ആരും കയറുന്നില്ല. അതിനൊന്നും പ്രസാദവുമില്ല. പ്രസാദം എല്ലാവർക്കും തിരുമുറ്റത്ത് വന്ന് ശ്രീകോവിലിൻ്റെ മുമ്പിൽ പുറത്ത് നാലമ്പലത്തെ പുറത്തുനിന്ന് മാത്രമാണ് എല്ലാവർക്കും പ്രസാദം. അവിടെ ഒരാൾക്ക് പോലും, അതിൻ്റെ ഉള്ളിലെ ജീവനക്കാർക്ക് പോലും അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് പ്രസാദം കൊടുക്കലില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു കത്ത് വന്നു, ഒരു പുരുഷ സംഘത്തിൻ്റെ വക നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞു. ആ നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പ് അഭിപ്രായം വെച്ച സമയത്ത് തന്ത്രിയാണ് അതിൻ്റെ പരമാധികാരി. അവിടെ തന്ത്രിയായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവർ തന്നെ തന്ത്രി എടുത്ത് പോയി. അപ്പം പ്രതിഷ്ഠ കഴിഞ്ഞ് മാർച്ച് മാസം 10-ാം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് 10-16 പേരുണ്ട്. ഇവർ ഇങ്ങനെ പ്രവേശനം വേണമെന്ന് പറയുമ്പോൾ തന്ത്രി പറഞ്ഞു, എൻ്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് എനിക്കിതൊന്നും നടത്താൻ പറ്റൂല എന്നാണ് തന്ത്രി പറഞ്ഞത്. ഇപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്യുമ്പോഴുള്ളതായ പാരമ്പര്യം മാത്രം, അതിനപ്പുറത്തുള്ള ഒരു പ്രവേശനം ഇതിൻ്റെ അകത്തേക്ക് പറ്റൂല എന്ന് തന്ത്രി പറഞ്ഞു. അപ്പം ഞങ്ങൾ കയറിയാതെ നിൽക്കുമ്പോൾ തന്ത്രി പറഞ്ഞു, കയറുന്നവർ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർ കാണിച്ചോ, അത് എനിക്ക് ഭാഗമാക്കില്ല എന്ന് പറഞ്ഞാണ് അവിടുന്ന് പിരിഞ്ഞത്. പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ചർച്ചയും പിലിക്കോടെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിലിക്കോട് അങ്ങനെ ഒരു ജാതി വിവേചനം ഇല്ലാത്ത ഒരു നാടാണ്. കാരണം ഞാൻ പിലിക്കോട് എല്ലാ ജാതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. യാദൃശ്യമായിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കി അത് ദേശാമാനിലൊക്കെ എല്ലാ പത്രത്തിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഗൗരവം ഇന്നലെ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൃത്യമായിട്ട് നിങ്ങളെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ട് ഇതിൽ വന്നതിൽ, എല്ലാ സമുദായക്കാരും ഉണ്ട്. എല്ലാ സമുദായത്തിൽപ്പെടുന്നവർക്ക് അവിടെ ഓരോതരം കർമ്മങ്ങളുണ്ട്. എന്താ ഇനി ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? ആരെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടന്നു എന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ആരോപിക്കുന്നത്. നമ്മളിപ്പം ശരിക്കും ഇത് മനഃപൂർവ്വമായൊരു ഇത് തന്നെയാണ്. മറ്റല്ലാതെ അതിൻ്റെ കീഴിൽ 8-9 ക്ഷേത്രം ഉണ്ട്, ഉപക്ഷേത്രം. അതിൽ നേരത്തെ പറഞ്ഞ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമുണ്ട്, വേഗക്കോട്ട് ഭഗവതി ക്ഷേത്രമുണ്ട്, മണിയാണി സമുദായത്തിൽ കിഴക്കക്കാവ് ഭഗവതി ക്ഷേത്രമുണ്ട്, മാപ്പിടിച്ചേരി ഭഗവതി ക്ഷേത്രമുണ്ട്, മല്ലക്കര വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട്, സോമേശ്വരി ക്ഷേത്രം പത്മശാലി സമുദായത്തിൻ്റെ ക്ഷേത്രമുണ്ട്, കൂർമ്പാവതി ക്ഷേത്രം, ചീർമക്കാവ നമ്മൾ പറയാം, വിശ്വകർമ്മ ക്ഷേത്രമുണ്ട്. ഹരിജന സമുദായത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ട എല്ലാ ചടങ്ങുകളും പൂരോത്സവത്തിനുണ്ട്. ആ ചടങ്ങ് മുഴുവൻ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.